തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ സംഘർഷാവസ്ഥ പുരോഗമിക്കുകയാണ്. പ്രതിഷേധത്തിൽ ട്രഡ്ജറിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി അപർണ ചേരുന്നു. ആസിയ മുതലപ്പുഴയിൽ വൻതോതിലുള്ള പ്രതിഷേധമാണ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തന്നെ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ഫിഷറീസ് വകുപ്പ് വാഗ്ദാനം ചെയ്ത പോലെ കണ്ണൂരിൽ നിന്ന് ചന്ദ്രഗിരി ട്രഡ്ജർ കഴിഞ്ഞ മാസം തന്നെ ഇവിടെ എത്തിയിരുന്നു മണൽ പൂർണ്ണമായി നീക്കം ചെയ്യാൻ. എന്നാൽ ട്രഡ്ജർ വന്നതിന്റെ 19ാം ദിവസം തന്നെ അതിന്റെ തകരാറ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അതിന്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല. അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇവിടെ കാഴ്ചവെച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തിനോടനുബന്ധിച്ച് ഹാർബർ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് കാര്യാലയത്തിന്റെ ജനാല അടിച്ചു തകർത്തിരുന്നു. ആ ഒരു കേസിൽ മത്സ്യത്തൊഴിലാളിയായ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്ന മുജീബ് എന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. മുജീബിനെ വിട്ടുകിട്ടണമെന്നും അതിനോടനുബന്ധിച്ച് ട്രഡ്ജറിന്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്നൊരു കാര്യത്തിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇവിടെ തീരദേശ റോഡ് കഴിഞ്ഞ ദിവസം ഉപരോധിച്ചിരുന്നു. എന്ന് തന്നെയായാലും കുറച്ചു നാളുകളായി ഇവിടുത്തെ ട്രഡ്ജറിന്റെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. മിനി ട്രഡ്ജർ ഉണ്ടെങ്കിൽ കൂടി തന്നെ അതിന്റെ കാലാവധി കഴിഞ്ഞു എന്നൊരു പേര് ഫിഷറീസ് വകുപ്പ് അതും പൂർണ്ണമായി അതിന്റെ പ്രവർത്തനങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്ത് തന്നെയായാലും ഈ ഒരു പ്രതിഷേധത്തിനോടനുബന്ധിച്ച് ഇന്ന് മുതൽ ആ ട്രഡ്ജർ പൂർണ്ണമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കുറച്ച് നാളുകളായി തന്നെ ഇവിടുത്തെ ജീവിതം ദുരിതകരമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരു തരത്തിലുള്ള വരുമാനവും കിട്ടുന്നില്ല. അത് സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. എന്ത് തന്നെയായാലും വലിയൊരു പ്രതീക്ഷയിലൂടെയാണ് ഇവർ ഓരോ പ്രതിഷേധവും നടത്തുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.